Hi everyone. Today we are gonna learn a very useful word, demeanor. First, let's look at the spelling differences. In American English, it's spelled Gemeanor, demeanor. In British English, it's spelled Gemeanour, demeanor. The pronunciation is same, only the spelling is different. ഇന്ന് നമ്മൾ പഠിക്കുന്ന വേർഡ് ജിമീനർ ആണ്. ഒന്നുകൂടി പ്രൊനൗൺസിയേഷൻ പറഞ്ഞുതരാം. ജിമീനർ. ഓക്കെ, അതിൻ്റെ അർത്ഥം പെരുമാറ്റ രീതി. അതായത് ഒരാളുടെ പുറമേ കാണുന്ന ഒരു പെരുമാറ്റ രീതിയെ അല്ലെങ്കിൽ ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിമീനർ എന്ന് പറയുന്നത്. ഓക്കെ, അതും അയാളുടെ ക്യാരക്ടർ തമ്മിൽ എന്തുണ്ടാവും, ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ഗുഡ് പേഴ്സൺ ബട്ട് ടുഡേ ഹിസ് ഡിമീനിയർ വാസ് സോ റൂഡ്. ഇന്ന് അയാളെ പെരുമാറ്റം വളരെ റൂഡായിരുന്നു, പക്ഷെ അയാൾ എന്താ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പെരുമാറി, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അതിനാണ് നമ്മൾ ഡിമീനിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളുടെ ക്യാരക്ടറും അയാളുടെ ഡിമീനറും സെയിം ആവണമെന്നില്ല. Character is a person's true nature. It is influenced by both inborn qualities and life experiences. അയാളുടെ ഇൻബോൺ ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസസ് എന്ന് വരുന്ന ഒരു സാധനമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഡിമീനർ എന്ന് പറഞ്ഞാൽ അപ്പം ഉള്ളൊരു സംഭവമാണ്. നമുക്ക് അപ്പം തോന്നുന്ന ഒരു പെരുമാറ്റമില്ലേ, അതിനാണ് നമ്മൾ ഡിമീനർ എന്ന് പറയാം. Demeanor is the way someone behaves, looks, or speaks that shows their character or mood. Now, let's look at some examples to understand this word more clearly. His calm and confident demeanor helped him ace the job interview. അവൻ്റെ ശാന്തവും ആത്മവിശ്വാസവും നിറഞ്ഞ പെരുമാറ്റം അവൻ്റെ ജോബ് ഇൻ്റർവ്യൂവിൽ ഉന്നത വിജയം നേടാൻ അവനെ സഹായിച്ചു. ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ. Here I used a word ace. Ace means to do something extremely well, succeed brilliantly. For example, she aced the exam. അവൾ എക്സാം വിജയകരമായി പൂർത്തിയാക്കി.